നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് ചില രാജ്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. ആ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ വഴി മാത്രമേ UAE പോലുള്ള രാജ്യങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. മറ്റു രാജ്യങ്ങൾ വഴി UAE എത്തുന്നവർ കാലാവധിയുള്ള ട്രാവൽ ഇൻഷുറൻസ് കൊണ്ടുവരണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ട്രാവൽ ഏജൻസികൾ. ഇത്തരത്തിലൊരു നിർദ്ദേശം ഗൾഫിലെ കോൺസുലേറ്റുകൾ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്നത് കൊണ്ട് ഖത്തർ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴി 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമാണ് പലരും UAE എത്തുന്നത്. ഈ ക്വാറന്റൈൻ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ചികിത്സാ ചിലവ് ഒരുപാടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസിലൂടെ ആ ചിലവുകളെ പരിഹരിക്കാമെന്നതാണ് വലിയൊരു നേട്ടം. ഇന്ത്യയിൽ നിന്ന് ഖത്തർ വഴി UAE എത്തുവാനാണ് എളുപ്പം കൂടുതൽ. അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഖത്തറിലാണ് കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളത്. നാട്ടിൽ കുടുങ്ങിയ മലയാളികൾ ഒട്ടുമിക്കവരും ഖത്തർ വഴിയാണ് UAE എത്തിയത്. ക്വാറന്റൈൻ കാലയളവിൽ ഇന്ത്യൻ ഭക്ഷണം കിട്ടുമെന്നതും ഖത്തർ വഴിയുള്ള യാത്രയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഖത്തർ അംഗീകരിച്ച 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് തത്സമയ വിസയിൽ ഖത്തറിലെത്താൻ സാധിക്കുന്നതാണ്. തത്സമയ വിസ കിട്ടാൻ ഹോട്ടൽ ബുക്കിംഗ് കർശനമാക്കിയിരിക്കുന്നു. ട്രാവൽ ഏജൻസികൾ തന്നെ ഇതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 14 ദിവസമുള്ള ക്വാറന്റൈൻ പൂർത്തിയാക്കണം. ഖത്തറിലെ ഇഹ്തിറാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഇത് സാധ്യമാകും. മാത്രമല്ല 5000 ഖത്തർ റിയാൽ കൈവശമുണ്ടായിരിക്കുകയും തത്തുല്യമായ തുക ബാങ്ക് അക്കൗണ്ടിലോ കരുതണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഈ മാർഗത്തിലൂടെ എത്തുന്നവരെ ടൂറിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള അനുവാദം ഇവർക്ക് നൽകും. ക്വാറന്റൈൻ അടക്കമുള്ള ചിലവുകൾക്ക് ഏകദേശം 1.25 ലക്ഷം രൂപയോളം വകയിരുത്തണം. ഇതിനോടകം തന്നെ നിരവധി ട്രാവൽ ഏജൻസികൾ ഖത്തർ വഴിയുള്ള പാക്കേജുകൾ കൊണ്ടുവന്നിരിക്കുന്നു. വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശനമില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. തത്സമയ വിസയിൽ ഖത്തറിൽ പ്രവേശിക്കാൻ മടക്ക ടിക്കറ്റ് കാണിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നിലവിൽ UAE വിസയും ടിക്കറ്റ് കാണിച്ചാൽ മാത്രം മതി. നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ 48 മണിക്കൂറിനുള്ളിലുള്ള കോവിഡ് RT-PCR നെഗറ്റീവ് ഫലം, വിമാനത്താവളത്തിൽ നിന്നുള്ള റാപ്പിഡ് നെഗറ്റീവ് ഫലം എന്നിവ കയ്യിൽ കരുതണം. ഇതിനു പുറമെ ഖത്തർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാൽ കോവിഡ് പരിശോധന നടത്തിയിരിക്കണം. 24 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ ഫലം ലഭിക്കും. ക്വാറന്റൈൻ പൂർത്തിയാക്കി UAE കയറുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും RT-PCR ചെക്ക് ചെയ്തതുണ്ടായിരിക്കണം. ഇന്ത്യയിൽ നിന്ന് UAE അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ വഴിയും ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ആളുകൾ പ്രവേശിക്കുന്നു. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 1.25 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ചിലവ് വരുന്നു. തത്സമയ വിസയ്ക്ക് മുൻകൂർ അംഗീകാരം നേടിയിരിക്കണം. അപേക്ഷ നൽകിയാൽ 5 ദിവസത്തിനകം വിസ യാത്രക്കാർക്ക് കിട്ടുന്നതാണ്. മാലിദ്വീപ് വഴി UAE എത്താൻ ഓഗസ്റ്റ് 1 മുതലുള്ള യാത്രയ്ക്ക് വീണ്ടും ബുക്കിംഗ് തുടങ്ങി എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ എന്നാണ് അരൂഹ ട്രാവൽ ഏജൻസി ഉടമ റാഷിദ് അബ്ബാസ് വ്യക്തമാക്കിയത്. അപ്പോൾ UAE പറക്കുന്നതിന് മുന്നേ പ്രവാസികൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമല്ലോ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.